ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ആ മെഹക്കിനെ തിരിച്ചു കൊണ്ടുവരണം. ശരി തന്നെ. പക്ഷേ ഈ യുദ്ധത്തിൽ ഈ വിഷ്ണുപ്രിയ ജയിച്ചേ പറ്റൂ. എനിക്ക് അതിനുവേണ്ടി ആ പാഞ്ചാലിയുടെയും സുവർണയുടെയും ഒക്കെ സഹായം കൂടിയേ തീരൂ. അതിനുവേണ്ടിയാണ് ഞാൻ അവരെ എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത്. അവരെല്ലാം ശരിക്കും കളിയറിയാതെ ആട്ടം കാണുന്നവരാണ്. ഇത്രയും വിഷ്ണുപ്രിയ ചിന്തിച്ചപ്പോൾ പ്രാർത്ഥന ചോദിച്ചു, വല്യമുത്തശ്ശി പറ, എന്താ ഞാൻ ചെയ്യേണ്ടേ? എനിക്ക് എൻ്റെ പ്രതികാരം പൂർത്തിയാക്കണം. പക്ഷെ എൻ്റെ അമ്മ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ വിവാഹം കാണാനാണ്. അത് നടക്കണം. അതിനുശേഷം മാത്രമേ ഞാൻ ആ മിസ്റ്റർ ഋഷഭിനെ കൊല്ലുള്ളൂ. എന്താ വല്യമുത്തശ്ശിയുടെ അഭിപ്രായം? വിഷ്ണുപ്രിയ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു. ഭഗവാനെ, ഞാനിപ്പോ എന്ത് മറുപടി പറയും? തൽക്കാലം ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത ഒരഭിപ്രായം പറയാം. ശേഷം വിഷ്ണുപ്രിയ പ്രാർത്ഥനയോട് പറഞ്ഞു, മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ വല്യമുത്തശ്ശി നിന്റെ കൂടെ ഇല്ലേ? നീ വിവാഹത്തിന് തയ്യാറായിക്കൊള്ളൂ. പ്രതയുടെ മുഖം വാടാതെ ആ വിവാഹത്തിൽ നിന്നും നിന്നെ ഈ വല്യമുത്തശ്ശി രക്ഷിക്കും. ഇത് എന്റെ വാക്കാണ്. ഇത്രയും പറഞ്ഞ് വിഷ്ണുപ്രിയ പോയി. അന്നേരം പ്രാർത്ഥന മനസ്സിൽ പറഞ്ഞു, അതെ, വല്യമുത്തശ്ശി എന്നെ രക്ഷിക്കും. ഞാൻ ഇതുവരെയും പ്രീതിയുടെ കാര്യങ്ങളൊന്നും വല്യമുത്തശ്ശിയോട് പറഞ്ഞിട്ടില്ല. പ്രീതിയും ഞാനും തമ്മിൽ എങ്ങനെ വേർപിരിഞ്ഞു എന്നറിയുന്നത് വരെയും ഈ രഹസ്യം മറ്റാരും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള വല്യമുത്തശ്ശിയോട് പോലും പറയാത്തത്. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകവേ വിനയുടെ ഫോണിൽ നിന്നും ഒരു ഫോൺ കോൾ ഋഷിയുടെ ഫോണിലേക്ക്. ഋഷി സാർ, രഘുവിന് വിവാഹത്തിന് സമ്മതമാണ്. അത് കേട്ട ഋഷിക്ക് സന്തോഷമായി. അതെയോ? ഇവിടെയും പ്രാർത്ഥന സമ്മതം അറിയിച്ചിട്ടുണ്ട് ഈ വിവാഹത്തിന്. അപ്പോ ഇനി നമുക്ക് ഈ ബന്ധം മുന്നോട്ട് ആലോചിക്കാം, അല്ലേ? അതെ, എത്രയും വേഗം തന്നെ പ്രാർത്ഥനയുടെ വിവാഹം നടത്തണമെന്നാണ് നമുക്ക്. അവിടെയോ? അപ്പോൾ വിനയ് പറഞ്ഞു, അത് ഋഷി സാർ, ഇവിടെ രഘുവിന്റെ ജാതകപ്രകാരം ഈ വരുന്ന ഏകാദശമി നാളിൽ അവന്റെ വിവാഹം നടക്കുമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ വിവാഹത്തിന് ധൃതി കൂട്ടുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ആ ജാതകത്തിലെ വാസ്തവം പോലെ അന്ന് തന്നെ ആ ഏകാദശമി നാളിൽ തന്നെ അതങ്ങ് നടത്തിയാലോ? അന്നേരം ഋഷി അതിന് സമ്മതിച്ചു. അതായത് ഇനി കൃത്യം 21 ദിവസം കഴിഞ്ഞാൽ കല്യാണം, അല്ലേ? അതെ, ഞാൻ പ്രതയോട് ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഇത്രയും പറഞ്ഞ് ഋഷി ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയുടെയും രഘുവീറിന്റെയും വിവാഹം ആ ഏകാദശമി നാളിൽ ഉറപ്പിച്ചു. ഇനി വെറും 10 ദിവസം കൂടി മാത്രം. താൻ എന്ത് ചെയ്തിട്ടായാലും ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയുമെന്ന ചിന്തയിലാണ് പ്രാർത്ഥന. ഞാൻ എന്ത് ചെയ്തിട്ടായാലും ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയും. പക്ഷേ എല്ലാം വല്യമുത്തശ്ശി നോക്കിക്കോളും. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. വല്യമുത്തശ്ശി എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അങ്ങനെ പ്രാർത്ഥന തന്റെ വിവാഹ കാര്യങ്ങൾ പ്രീതിയെ അറിയിക്കാൻ എറണാകുളത്തെത്തി. പ്രീതി, ഞാൻ നിന്നോട് ഫോണിൽ പറഞ്ഞതുപോലെ എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ആൾ, രഘുവീർ അലാവത്ത്. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന തന്റെ ഫോണിലെ ഫോട്ടോ പ്രീതിയെ കാണിച്ചു. അത് കണ്ട പ്രീതി ഞെട്ടി. പെട്ടെന്ന് പ്രീതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് പ്രാർത്ഥന കണ്ടു. എന്താ പ്രീതി കാര്യം? നിന്റെ കണ്ണ് എന്താ നിറയുന്നത്? എന്റെ സീമന്തരേഖയിൽ പതിഞ്ഞ സിന്ദൂരം, അത് രഘുസാർ നടത്തിയ സിന്ദൂരമാണ്. രഘുവീർ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് നീ നേരിൽ കണ്ടിരിക്കും. ഇന്ദ്രനീലം എനിക്ക് സ്വന്തമാകുന്നത് നീ അറിയില്ല പ്രാർത്ഥന. കല്യാണത്തിന്റെ സമയമാവാറായി. മോളെ പ്രാർത്ഥന, നീ ഈ വേഷം ധരിച്ചു നിൽക്ക്. അതെ അമ്മേ, ഞാൻ